ഹായ് എവരിവൺ. അന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ പകുതിയായി വെച്ചിട്ടുണ്ടല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ. നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. 50ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ 51ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ വരുന്നുള്ളത്? ബോഷ് ആൻഡ് ലാമ്പ് കെരാമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഏതാണ് കറക്റ്റ്? കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വാരിയബിൾ ഇമേജ് സൈസ് ആണ് കേട്ടോ. ബോഷ് ആൻഡ് ലാമ്പ് കെരാറ്റോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമേജ് സൈസ്. നെക്സ്റ്റ് 52. The maximum power of cylinder in an usual trial set is. The maximum power of a cylinder in an usual trial set is എത്രയാണ്? 6 diopter ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നുള്ളത്. ആണ് ക്വസ്റ്റ്യൻ. ഷെയ്നേഴ്സ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോ റിഫ്രാക്ടോമീറ്റർ ആണ്. 54. Which is not true about duochrome test എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ റെഡ് ആൻഡ് ഗ്രീൻ ഗോഗിൾസ് ആർ നെസസറി. അതാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 55. ഫാൾസ് അബൌട്ട് ജാക്സൺസ് ക്രോസ് സിലിണ്ടർ. ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ആക്സിസ് ആൻഡ് പവർ ഓഫ് സിലിണ്ടർ. The principle of oblique cylinders is used to check the axis. The cylindrical power is half the power of the sphere. അതാണ് റോങ് ആയിട്ട് വരുന്നുള്ളത്. സോ സി ഓപ്ഷനാണ് കറക്റ്റ് വരുന്നുള്ളത് കേട്ടോ. 56. Rigid intraocular lens is made up of PMMA. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ഓക്കെ, ഫോർമുലയാണ് SRK ഫോർമുല. ഇതിലേതാണ് കറക്റ്റ് വരുന്നുള്ളത്? P is equal to A minus 2.5 L minus 0.9 K. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ SRK ഫോർമുല കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. 58. സിനാപ്റ്റോഫോർ ഈസ് യൂസ്ഡ് ടു ഏതാണ്? മെഷർ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആംഗിൾസ് ഓഫ് സ്ക്വിൻറ്റ്, അസസ് ഡിഗ്രീസ് ഓഫ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ, ഓൾ ഓഫ് ദി എബവ്, നൺ ഓഫ് ദി എബവ്. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്. എയും ബിയും കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. മെഷർ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആംഗിൾസ് ഓഫ് സ്ക്വിൻറ്റ്, അസസ് ഡിഗ്രീസ് ഓഫ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ. സിനാപ്റ്റോഫോർ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഫോളോയിങ് ആർ ലിമിറ്റേഷൻസ് ഓഫ് അഫാക്കിക് ഗ്ലാസസ് എക്സെപ്റ്റ്. ഫോളോയിങ് ആർ ദ ലിമിറ്റേഷൻസ് എക്സെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി അക്കോമഡേഷൻ ഈസ് പ്രസൻറ്റ്. അത് ഒരു ലിമിറ്റേഷൻ അല്ല. ഏതിൻ്റെ? അഫാക്കിക് ഗ്ലാസിൻ്റെ. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും അതിൻ്റെ ലിമിറ്റേഷനാണ്. ഓപ്ഷൻ സി അത് ലിമിറ്റേഷനായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സെപ്റ്റ് ഏതാണ്? സോ സി ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്. ഇനി നമ്മൾ 60ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Pupillometer is used to check interpupillary distance. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നുള്ളത്. 61. The usual panscopic tilt of spectacles is around. എത്ര ഡിഗ്രിയാണ്? 61. The usual panscopic tilt of spectacles is around എത്ര ഡിഗ്രിയാണ്? 7 ഡിഗ്രിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 62. Most commonly used broad spectrum topical antibiotic is. Most commonly used broad spectrum topical antibiotic is ഏതാണ് കറക്റ്റ് വരുന്നുള്ളത്? മോക്സിഫ്ലോക്സിസിൻ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. മോക്സിഫ്ലോക്സിസിൻ ആണ്. ഓക്കെ. 63. The usual size of pinhole is. ഇത് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1.2 millimeter ആണ്. The usual size of pinhole is 1.2 millimeter ആണ്. 64. The instrument used to assess the shape of anterior surface of cornea is. Anterior surface of cornea കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? പ്ലാസിഡോസ് ഡിസ്ക്. ഓപ്ഷൻ സി പ്ലാസിഡോസ് ഡിസ്ക് അല്ലേ. ഇതാണ് ഓപ്ഷൻ സി പ്ലാസിഡോസ് ഡിസ്ക് ആണ് നമ്മൾ ആൻറ്റീരിയർ സർഫസ് ഓഫ് കോർണിയ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ അല്ലേ. 65. RAF റൂൾ ഈസ് യൂസ്ഡ് ഫോർ ഓൾ എക്സെപ്റ്റ് നിയർ പോയിൻ്റ് ഓഫ് അക്കോമഡേഷൻ, നിയർ പോയിൻ്റ് ഓഫ് കൺവേർജൻസ്, ഓർത്തോപ്റ്റിക് എക്സസൈസസ്, പ്യൂപ്പിൾ സൈസ്. ഇതിലേതാണ് എക്സെപ്റ്റ് വരുന്നുള്ളത്? പ്യൂപ്പിൾ സൈസ്. സോ RAF റൂൾ യൂസ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിനും RAF റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡിക്ക് യൂസ് ചെയ്യുന്നില്ല. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇനി 66.
the most accurate method of intraocular pressure measurement is? 66. The most accurate method of intraocular pressure measurement is? ഏതാണ് വരുന്നത്? ഷെയർഡ് ടോണോമീറ്റർ, ടോണോപ്പൻ, ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ. ഏതാണ്? ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ. 67. The most preferred technique of automated perimetry is? ഏതാണ്? The most preferred technique of automated perimetry is? ഏതാണ് ഇവിടെ കറക്റ്റ്? ഓപ്ഷൻ ഡി, ഹംഫ്രെ ഫീൽഡ് അനലൈസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നുള്ളത്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എക്ടാക്റ്റിക് സിക്കാട്രിക്സ് ഓഫ് കോർണിയ ഇൻ വിച്ച് ഐറിസ് ഈസ് ഇൻകാർസറേറ്റഡ് ഈസ് നോൺ ആസ്? എന്താണ്? ല്യൂക്കോമ, അദറന്റ് ല്യൂക്കോമ, ആൻറ്റീരിയർ സ്റ്റഫൈലോമ, മാക്യുല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ചെയ്താൽ വരിക ആൻറ്റീരിയർ സ്റ്റഫൈലോമയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. നെക്സ്റ്റ്, ആൻറ്റി ഫംഗൽ ഡ്രഗ് യൂസ്ഡ് ഫോർ കോർണിയൽ അൾസർ. കോർണിയൽ അൾസറിൻ്റെ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ഫംഗൽ ഡ്രഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നട്ടാമൈസിൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് വരുന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, നട്ടാമൈസിനാണ് കറക്റ്റ് വരുന്നുള്ളത്. 70. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്. ഇവിടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഏതാണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഈസ്? ഏതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത്? നമുക്ക് ബി ആണ്, ലറ്റാനോപ്രോസ്റ്റ് ആണ്. ലറ്റാനോപ്രോസ്റ്റ് ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് വരുന്നുള്ളത്. 70 ബി ആണ് കേട്ടോ. 71. ഫോളിക്കിൾസ് ഇൻ കൺജക്റ്റീവ ആർ സീൻ വിത്ത് ഓൾ എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ട്രക്കോമ, സ്പ്രിംഗ് കാട്ര, വൈറൽ കൺജക്റ്റിവൈറ്റിസ്, പൈലോകാർപ്പിൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫോളിക്കിൾസ് ഇൻ കൺജക്റ്റീവ ഈസ് സീൻ വിത്ത് ഓൾ എക്സെപ്റ്റ് ഏതാണ്? സ്പ്രിംഗ് കാട്ര ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 72. സ്ട്രോങ്ങസ്റ്റ് സൈക്ലോപ്ലജിക് മൈഡ്രിയാറ്റിക് ഡ്രഗ് ഈസ്? ഏതാണ്? അട്രോപ്പിൻ ആണ് കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് സൈക്ലോപ്ലജിക് മൈഡ്രിയാറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? അട്രോപ്പിൻ ആണ്. 73. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബൈലാറ്ററൽ പ്രൊപ്റ്റോസിസ് ഈസ്? എന്താണ് ക്വസ്റ്റ്യൻ? ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബൈലാറ്ററൽ പ്രൊപ്റ്റോസിസ് ഈസ്? ഏതാണ്? സ്യൂഡോ ട്യൂമർ ഉണ്ട്, ലിംഫോമ ഉണ്ട്, തൈറോയിഡ് ഐ ഡിസീസ് ഉണ്ട്, സെക്കൻഡറീസ് ഉണ്ട്. നമുക്കിവിടെ കറക്റ്റ് വരുന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, തൈറോയിഡ് ഐ ഡിസീസ്. നെക്സ്റ്റ് 74. ഓൾ ആർ കോസസ് ഓഫ് ടോസിസ് എക്സെപ്റ്റ്. അപ്പോൾ 4 ഓപ്ഷൻ വായിച്ച് നോക്കുക. തേർഡ് നെർവ് പാൾസി ഉണ്ട്, ഹോർണേഴ്സ് സിൻഡ്രം ഉണ്ട്, ലിഡ് ട്യൂമേഴ്സ് ഉണ്ട്, കൊളോബോമ ലിഡ് ഉണ്ട്. നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓൾ ആർ ദ കോസസ് ഓഫ് ടോസിസ് എക്സെപ്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. 75. പ്രോബിംഗ് ഈസ് ഡൺ ഫോർ ഏതാണ്? കഞ്ചനൈറ്റൽ നാസോ ലാക്രിമൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. കഞ്ചനൈറ്റൽ നാസോ ലാക്രിമൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ 75 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എഴുപത്തി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോളോവിങ് ആർ ഫംഗൈ കോസിങ് കോർണിയൽ അൾസർ എക്സെപ്റ്റ്. എന്താണ്? എക്സെപ്റ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നുള്ളത് അല്ലേ. ഫോളോവിങ് ആർ ഫംഗൈ കോസിങ് കോർണിയൽ അൾസർ എക്സെപ്റ്റ് ചെയ്താണ് സ്റ്റഫൈലോ കോക്കസ്, ബാക്കി കാൻഡിഡ, ഫിസേരിയം, ആസ്പെർജില്ലസ്. ഇതൊക്കെ എന്താണ്? ഫംഗൈ കോസിങ് കോർണിയൽ അൾസർ. നമ്മുടെ സ്റ്റഫൈലോ കോക്കസ് മാത്രം എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. 77 പോവാം. ഫോളോവിങ് ആർ കോസസ് ഓഫ് ഒപ്റ്റിക് ഡിസ്ക് എഡിമ എക്സെപ്റ്റ് ഏതാണ്? അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് വരുന്നുള്ളത് എന്ന് വായിച്ചു നോക്കിയാൽ ഒപ്റ്റിക് അട്രോഫി ആണ് നമുക്ക് കറക്റ്റ് വരുന്നുള്ളത്. ഓപ്ഷൻ സി ആണ്. 78. ടോട്ടൽ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ റെറ്റിനക്ക് എത്ര ലെയർ ഉണ്ട്? 10 ലെയർ ഉണ്ട് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നുള്ളത്. 79. ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ഏജ് റിലേറ്റഡ് അക്വയർഡ് കാറ്ററാക്ട് എക്സെപ്റ്റ്. ഓൾ ദ ഫോളോവിങ് ആർ ഏജ് റിലേറ്റഡ് അക്വയർഡ് കാറ്ററാക്ട് എക്സെപ്റ്റ് ഏതാണ്? ലാമെല്ലാർ കാറ്ററാക്ട് ഒഴികെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ ഏജ് റിലേറ്റഡ് അക്വയർഡ് കാറ്ററാക്ട് ആണ്. ക്ലിയർ അല്ലേ? ഇനി 80ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താണ്? ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ അസോസിയേറ്റഡ് വിത്ത് അക്യൂട്ട് ആൻറ്റീരിയർ യുവൈറ്റിസ് എക്സെപ്റ്റ്. എന്താണ്? ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ അസോസിയേറ്റഡ് വിത്ത് അക്യൂട്ട് ആൻറ്റീരിയർ യുവൈറ്റിസ് എക്സെപ്റ്റ്. ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കിയാൽ സെൽസ് ഉണ്ട്, ഫ്ലെയർ ഉണ്ട്, കെരാറ്റിക് പ്രിസിപ്പിറ്റേറ്റ്സ് ഉണ്ട്,
കൊറോയിഡൈറ്റിസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കൊറോയിഡൈറ്റിസ് ആണ്, ഡി ആണ്. 81. Angle of anterior chamber is visualized by. Angle of anterior chamber is visualized by gonioscopy. Option B ആണ്. 82. Which among the following are grade of binocular single vision? Which among the following are grade of binocular single vision എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ, ഫ്യൂഷൻ, സ്റ്റീരിയോപ്സിസ് ഇതൊക്കെ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 83. മാനിഫെസ്റ്റ് ഡൈവേർജൻറ്റ് സ്ക്വിൻറ്റ് ഈസ്. എന്താണ് മാനിഫെസ്റ്റ് ഡൈവേർജൻറ്റ് സ്ക്വിൻറ്റ് ഈസ്? ഈസോട്രോപ്പിയ, ഈസോഫോറിയ, എക്സോഫോറിയ ഇതൊക്കെ ഉണ്ട്. കറക്റ്റ് ഏതായിരുന്നു? ഓപ്ഷൻ ബി എക്സോട്രോപ്പിയ ആണ്. 84 പോവാം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അംബ്ലിയോപ്പിയ എമംഗ് ദ ഫോളോവിങ് ഈസ്. എമംഗ് ദ ഫോളോവിങ്ങിൽ ഏതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അംബ്ലിയോപ്പിയ? ഒന്ന് വായിച്ചു നോക്കിയേ. കറക്റ്റ് എന്നുള്ളത് ഓപ്ഷൻ എ സ്ട്രാബിസ്മിക് അംബ്ലിയോപ്പിയ ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 85 പോവാണ്. The angle between optical axis and pupillary axis is known as. The angle between optical axis and pupillary axis is known as angle kappa. ഇത് തന്നെ നമുക്ക് ഏതിനും ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. 86th ക്വസ്റ്റ്യൻ നോക്കുകയാണ്. മോസ്റ്റ് സിവിയർ കെമിക്കൽ ഇഞ്ചുറീസ് ഒക്കർ വിത്ത് ഓർഗാനിക്സ്. ഇനോർഗാനിക്സ് ആസിഡ്സ് ഉണ്ട്, ആൽക്കലി ഉണ്ട്, സാൾട്സ് ഉണ്ട്, ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താണ്? മോസ്റ്റ് സിവിയർ ആയിട്ടുള്ള കെമിക്കൽ ഇഞ്ചുറി ഇതിലേതാണ്? ഇതിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആൽക്കലി ആണ് മോസ്റ്റ് സിവിയർ ഇഞ്ചുറി. ഓക്കെ. നെക്സ്റ്റ് ഇസ് 87. റോസറ്റ് ഷേപ്ഡ് കാറ്ററാക്ട് ഈസ് സീൻ ഇൻ. ഏതിനകത്താണ്? ബ്ലണ്ട് ട്രോമ. ഓപ്ഷൻ ബി ബ്ലണ്ട് ട്രോമയാണ് കറക്റ്റ് വരിക. 88. ദ ടൈപ്പ് ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് ഫോളോവിങ് റെറ്റിനൽ ടിയേഴ്സ് ഓർ ഹോൾസ് ഈസ്. ഏതാണ്? ദ ടൈപ്പ് ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് ഫോളോവിങ് റെറ്റിനൽ ടിയേഴ്സ് ഓർ ഹോൾസ് ഈസ്. ഇവിടെ ഒന്ന് നോക്കാനുള്ള നമ്മൾ ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുള്ളത്. റെഗ്മാറ്റോജീനസ് ആണ് കറക്റ്റ് വരുന്നുള്ളത്, ഓപ്ഷൻ എ. 89. ലേസർ photocoagulation is done for which of the following state of diabetic retinopathy? ഡയബറ്റിക് റെറ്റിനോപ്പതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലേസർ ഫോട്ടോകോയാഗുലേഷൻ ഈസ് ഡൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സി ഹൈ റിസ്ക് പ്രോലിഫറേറ്റീവ് ആണ് കറക്റ്റ് വരുന്നുള്ളത്. ഏതാണ്? ഹൈ റിസ്ക് പ്രോലിഫറേറ്റീവ് സ്റ്റേജിലാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ഇനി 90. ബൈഫോക്കൽസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സ്ക്വിൻറ്റ്. ഏത് ടൈപ്പ് ഓഫ് സ്ക്വിൻറ്റിലാണ് ബൈഫോക്കൽസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്? ഈസോട്രോപ്പിയ ഫോർ നിയർ ആണ്. ഈസോട്രോപ്പിയ ഫോർ നിയർ ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നുള്ളത്. ഇനി 91. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് ഡിസ്ട്രിക്ട് ബ്ലൈൻഡ്നെസ് കൺട്രോൾ സൊസൈറ്റി? അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ സമയത്തേക്ക് ചിലപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോഴത്തെ ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി 92ാമത്തത്. വിഷൻ 2020 എയിംസ് ടു ബ്രിങ് ഡൗൺ ബ്ലൈൻഡ്നെസ് ടു ഹൗ മച്ച് പെർസെൻറ്റേജ് ബൈ ദ ഇയർ 2020. മുന്നത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് 2020 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് 0.3% ആണ് കേട്ടോ. 0.3%. അപ്പോൾ നമ്മൾ 93ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കുകയാണ്. പോസ്റ്റ്മോർട്ടം എനുക്ലിയേഷൻ ഫോർ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ഷുഡ് ബി ഐഡിയലി ഡൺ വിത്തിൻ ഹൗ മെനി അവേഴ്സ് ഓഫ് ഡെത്ത്? ഹൗ മെനി അവേഴ്സ് ഓഫ് ഡെത്ത്? എത്ര മണിക്കൂറിലാണ് നമ്മൾ ചെയ്യേണ്ടത്? 4 to 6 hours-ലാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ദ ഇയർ ഇൻ വിച്ച് NPCB വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ. NPCB ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് വരിക? 1976, ഓപ്ഷൻ എ. ഇനി 95. ബ്ലൈൻഡ്നെസ് ഇൻ പ്രിമച്വർ ആൻഡ് ലോ ബർത്ത് വെയ്റ്റ് ഇൻഫൻസ് ക്യാൻ ഒക്കർ ഡ്യൂ ടു. ഏതാണ്? റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി ആണ്. Blindness in premature and low birth weight infants can occur due to option B retinopathy of prematurity ആണ് കറക്റ്റ് വരുന്നുള്ളത്. 96. Sterilization with steam under pressure. Sterilization with steam under pressure is done by. ഏതാണ്? നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ളത്? ഹോട്ട് എയർ ഓവൻ ഉണ്ട്, ഓട്ടോക്ലേവിംഗ് ഉണ്ട്, എത്തിലീൻ ഓക്സൈഡ് ഉണ്ട്, ഗ്ലൂട്ടറാൾഡിഹൈഡ് ഉണ്ട്. ഇവിടെ സ്റ്റെറിലൈസേഷൻ വിത്ത് സ്റ്റീം, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏതാണ്? ഓട്ടോക്ലേവിംഗ് ആണ്. 97. എന്താണ്? ഫോളോയിങ് ആർ ഒപ്റ്റിക്കൽ ലോ വിഷ്വൽ എയ്ഡ്സ് എക്സെപ്റ്റ്. ഫോളോയിങ് ആർ ഒപ്റ്റിക്കൽ ലോ വിഷ്വൽ എയ്ഡ്സ് എക്സെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡ് മാഗ്നിഫയർ ഉണ്ട്,
ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ഉണ്ട്, ടെലിസ്കോപ്പ് ഉണ്ട്, വൈറ്റ് കെയിൻ ഉണ്ട്. ഇവിടെ ഏതാണ്? വൈറ്റ് കെയിൻ ഒഴികെ ബാക്കിയൊക്കെ എന്താണ്? ഓപ്റ്റിക്കൽ ലോ വിഷ്വൽ എയ്ഡ്സ് ആണ്. അപ്പോൾ വൈറ്റ് കെയിൻ ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. 98 നോക്കാം. സേഫ് സ്ട്രാറ്റജി ഈസ് ഇംപ്ലിമെൻറ്റഡ് ഫോർ ദ കൺട്രോൾ ഓഫ്. എന്തിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ്? ട്രക്കോമ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. 99 ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ ഈസ്. ഏതാണ് ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ കോസ്? കാറ്ററാക്റ്റ് ആണ് കേട്ടോ. കാറ്ററാക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 100 സ്റ്റെറിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡൺ ബൈ. സ്റ്റെറിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്? ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ചിട്ടാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 40% ഫോർമാലിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.